ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് ജനറൽ സർവീസ് അതേപോലെ കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്. അപ്പോൾ അതേപോലെ ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നുണ്ട്, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. പിന്നെ കോൺസെപ്റ്റ് അടിയുണ്ട്, അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കിട്ടി. ആക്സിലേറ്റർ കേബിൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. വണ്ടി ആക്സിലേറ്റർ കുറച്ചാലും ഇല്ലാത്ത കണ്ടീഷൻ വണ്ടി നീങ്ങി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവും. പിന്നെ ബ്രേക്ക് ക്ലിയർ അല്ല, ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ടാവും. ഇത്രയാണ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് തുടങ്ങിയിട്ട് ഭാഗങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ അയച്ച് ചെക്ക് ചെയ്യും. എന്തെങ്കിലും കംപ്ലയിൻസ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് വീഡിയോസ് ചെയ്ത കസ്റ്റമർക്ക് ഫോർവേഡ് ചെയ്യാം. അത് കണ്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കി അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറൽ സർവീസിൽ നമുക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. അതിനകത്ത് നമുക്കിപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം കഴിയുമ്പോൾ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ അതിനകത്ത് കഴിയും. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കഴിച്ചാൽ ബ്രേക്ക് ലൈനറൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് കൂടുതൽ മാറ്റി വിടാം. അതിന് വേറെ ലേബറൊന്നും വരില്ല, പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയാൽ നമുക്ക് അതിന് അഡീഷണൽ ലേബർ കാര്യങ്ങളൊന്നും വരില്ല. എയർ ഫിൽറ്റർ, പ്ലഗ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അഴിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പാർട്സുകൾ മാറ്റേണ്ടി വന്നാൽ നമുക്ക് അതിന് അഡീഷണൽ എമൗണ്ട് വരില്ല. നേരെ മറിച്ച് നമുക്ക് ബാക്കിയത്തെ പാർട്സ് നമുക്ക് അഡീഷണലായിട്ട് വേറെ വരുന്ന വർക്കുകൾക്ക് വരുമ്പോഴാണ് അതിൻ്റെ ലേബർ ചാർജിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ 1-2 പാർട്സുകളൊക്കെ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനർ ഫുള്ള് തീർന്നേക്കാണ്. തന്നെയല്ല ഇത് കിടക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നമുക്ക് കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനർ മാറ്റാം. അതോടൊപ്പം തന്നെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല, പ്ലേ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ ബാക്കിലത്തെ ബ്രേക്ക് ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹബിൻ്റെ ചെറിയൊരു തേയ്മാനമുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് റഫ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അത് പരമാവധി ഉപയോഗിച്ചതിന് ശേഷം കമ്പനി സാപ്പർ മോഡൽ ടയറിനെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ നനവൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ശരിക്കും ഓയിൽ ലീക്ക് വരുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ലീക്കേജാണ്. ആരംഭമാണ്. ഇപ്പം അത് ചെയ്യണമെന്നില്ല, കാരണം അത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ അഴിച്ച് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഓയിൽ സീൽ മാറ്റി വരുമ്പോൾ നമുക്ക് ലേബർ ചാർജും പാർട്സുകളുടെ എമൗണ്ട് അടക്കം വരുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 1000 രൂപയിൽ താഴെ നമുക്ക് വരും. 980 രൂപ അടുത്ത് എന്തോണം അതിൻ്റെ റേറ്റ് വരാം മൊത്തത്തിൽ കേട്ടോ. അതായത് ലേബർ ചാർജ്, അതിൻ്റെ ഉള്ളിൽ ബെയറിങ് വന്നിട്ട്, ഓയിൽ സീൽ വന്നിട്ട്, ഗിയർ ഗ്യാസ്കറ്റ്, ആ ഗിയർ ബോക്സിന് ഗിയറിൻ്റെ ഓയിൽ, അതെല്ലാം കൂടി വരുമ്പോഴുള്ള എമൗണ്ടാണ് പറഞ്ഞത്. അത് ആരംഭമാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ചെറിയ നനവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ സജഷൻ പറഞ്ഞു എന്നുള്ളൂ. ഓൾറെഡി കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചേക്കണതാണ്. എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്ക് ഉണ്ടോ, നല്ല രീതിയിൽ പൊടി കയറി അടഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും എയർ ഫിൽറ്റർ ശരിക്കും നമ്മളിപ്പോൾ പുതിയ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടാലും ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടത്, മാറ്റേണ്ടി വരുന്നത് കേട്ടോ. ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പക്ഷേ പൊടി കയറി ഫുള്ളായിട്ട് ബ്ലോക്ക് ആയേക്കാണ്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മാറ്റേണ്ട ഒരു പാർട്സാണ് പ്ലഗ് എന്ന് പറയുന്നത്. പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഐറ്റാണ് സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഇടയ്ക്കൊന്നും അയച്ചിട്ടില്ല, മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്കായുണ്ട്. അതൊരു സ്പോഞ്ചാണ്. അത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. സ്പോഞ്ച് ടൈപ്പ് ഫിൽറ്റർ അല്ല, ഫോം ടൈപ്പാണ്. അപ്പോൾ അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോയേക്കാണ്. അതുപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഓയിൽ ലീക്കായിട്ട്, ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് വന്നാണ് ഈ കാണുന്നത് കേട്ടോ. താഴേക്കൊന്നും ചാടി തുടങ്ങിയിട്ടില്ല, ആരംഭമാണ്. അപ്പോൾ കൈയോടെ വേണമെങ്കിൽ നമുക്ക് അത് അഴിച്ച് അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാവുന്നതാണ്. ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ആക്സിലേറ്റർ തിരിച്ചു കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ ഇരിക്കുള്ളൂ, റിട്ടേൺ പോവില്ല. പിന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് വിടണം. അതാണ് അവസ്ഥ കേട്ടോ. അത് കേബിളിൻ്റെയാണ്. ആക്സിലേറ്റർ കേബിളും മാറ്റിയിട്ട് റീസെറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. ആക്സിലേറ്റർ കേബിളും ചേഞ്ച് ചെയ്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അതേപോലെ ചോക്കിൻ്റെ കേബിളും ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. ചോക്ക് കേബിൾ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. ചെറിയൊരു ടൈറ്റ് കാണിച്ചിട്ട് ഞാൻ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് ഒന്ന് ഓയിൽ കൊടുത്ത് വേണമെങ്കിൽ കയറ്റി നമുക്ക് ഇടാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ മാറ്റുമ്പോൾ കൂട്ടത്തിൽ നമുക്ക് ആ കാർബേറ്ററും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. കാർബേറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്ക് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം പക്കയായിട്ട് പൊക്കോളും. അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ആയാലും നമ്മൾ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. സാധാരണ വാഷ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മൊത്തം ബോഡി സെറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ പുറമേത്തെ ചെളിയൊക്കെ ക്ലിയറായിട്ട് പോകും. പക്ഷേ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. ഉള്ളിൽ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി അഴിച്ചതിന് ശേഷം കൊടുത്ത് വാഷ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കതങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചേസിൻ്റെ ഭാഗത്ത് തുരുമ്പിട്ടിരിക്കേണ്ടാവും, നമുക്ക് അറിയാൻ പറ്റാണ്ടാണ്.
ചെളി ഇരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഫുള്ളായിട്ട് കഴുകി കഴിഞ്ഞാൽ എവിടെയെങ്കിലും തുരുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിലവിൽ ഓയിൽ സീലുകൾ ലീക്കേജ് ഒന്നുമില്ല. ക്ലച്ചിൻ്റെ ഭാഗത്ത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. വേറെ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് തൽക്കാലം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടക്കം വരുന്ന യൂണിറ്റാണത്. ഓക്കെയാണ്, നല്ല വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് അത്രയാണ്ട് പെർഫെക്റ്റ് അല്ല, കാരണം ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തന്നെ ഈ ഭാഗത്ത് വരുന്നൊരു കവർ പൊട്ടിപ്പോകുന്നുണ്ട്. അത് തൽക്കാലം കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് കയറ്റിയിടാം. ബെൻഡെക്സ് ഒരുപാട് നാൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയെന്ന് വരില്ല കേട്ടോ. പക്ഷെ നിലവിൽ ഇപ്പം നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്താൽ തൽക്കാലം ഉപയോഗിക്കാവുന്നൊരു കണ്ടീഷനിലേക്ക് ആക്കാം. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെയുള്ളത് ക്ലച്ച് വെയിറ്റാണ്. ക്ലച്ച് വെയിറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഈ ബ്രേക്ക് ലൈൻഡർ വന്ന പോലത്തെ ഒരു ഭാഗമാണത്. അതിൻ്റെ ഈ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ക്ലച്ച് മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ട് ഈ കറക്റ്റ് ഈ അലുമിനിയം വന്ന ഭാഗം അതിലേക്ക് കയറി ടച്ചായി തുടങ്ങിയിട്ടുണ്ട്. അതായത് ക്ലച്ച് ഔട്ടറിനകത്തേക്ക് കയറി ടച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അതിനകത്ത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈയോടെ ഈ ക്ലച്ച് ഷൂ മാറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഓടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ലൈനർ പീസ് തീരും, ഈ മെറ്റൽ ഭാഗം കയറി ഹബിനകത്ത് ടച്ച് ചെയ്യാൻ തുടങ്ങും, ഈ ക്ലച്ച് ഔട്ടറിനകത്ത് ടച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും വണ്ടി ഓവർ ജർക്കിങ് കാണിക്കും, തന്നെയല്ല ക്ലച്ച് ഔട്ടറും കംപ്ലൈൻറ്റ് വരും. നമുക്ക് പിന്നെ മൊത്തത്തിൽ ഫുൾ സെറ്റായിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും കേട്ടോ. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. കൈയോടെ മാറ്റി പോവുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത്. ഇനി അതല്ല കുറേ കൂടി ഓടിയിട്ടാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓടിയിട്ട് ഇതും ആ ക്ലച്ച് ഔട്ടർ കൂടി സെറ്റായിട്ട് മാറ്റിയ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ, അതായത് ബ്രേക്ക് കേബിളുകളുടെ കംപ്ലയിൻറ്റും കൂടി ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഫുള്ള് തീർന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞേക്കാം. അപ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല, നിസ്സാര ചെറിയ ഗ്യാപ്പുള്ളൂ. അതും നമുക്ക് ബ്രേക്ക് കിട്ടാത്തതിൻ്റെ ഒരു മെയിൻ ഒരു റീസണാണ്. അത് ബാക്ക് ബ്രേക്കിൻ്റെ മാത്രമല്ല, ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വന്ന കേബിളുകളെല്ലാം തന്നെ കംപ്ലയിൻ്റ് ഉണ്ട്. കോമ്പി ബ്രേക്കിൻ്റെ ഫുള്ള് പോയേക്കാണ്, മറ്റേത് തൽക്കാലം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ആ 3 ബ്രേക്ക് കേബിളും മാറ്റിയിട്ട് ബാക്ക് ബ്രേക്ക് ലൈനറും മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ പക്കയായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ ഫ്രണ്ടിലെ ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബുഷ് സെറ്റ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ ഉണ്ട്. ഇത് പോയിട്ടുണ്ട് ലിങ്ക് ബുഷ്. ഈ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ ബുഷിനും അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. 2 സൈഡും ബുഷ് പോയിട്ടുണ്ട്. നമുക്ക് ബുഷ് സെറ്റപ്പാടി മാറ്റണം. അതേപോലെ തന്നെ ഗ്രീൻ ബുഷും അത്യാവശ്യം ഓവലായിട്ട് പോയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നുള്ളത് ഹാൻഡിൽ ബെയറിങ് കോൺസെപ്റ്റിൻ്റെ ഒരു അടി കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് ഹാൻഡിലുമ്പോൾ ബലം അനുഭവപ്പെടുന്നത്, അത് ശരിക്കും ഒരു ഇളക്കം അനുഭവപ്പെടുന്ന ആ ബെയറിങ്ങിൻ്റെയാണ്. അതഴിച്ച് തൽക്കാലം സെറ്റ് ചെയ്തിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ വണ്ടി ഹാൻഡിൽ ടൈറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുപോലെ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിലനിർത്താം. അപ്പോൾ ബുഷൊക്കെ മാറ്റിയാലും ചെറിയൊരു ഇളക്കം ഫ്രണ്ടിൽ നിന്ന് കാണിക്കും. അത് ആ കോൺസെപ്റ്റിൻ്റെ ആണ്. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. പിന്നെ നമ്മളത് ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളും നമ്മൾ ക്ലിയർ ആയിട്ട് വാട്ടർ സർവീസ് ചെയ്ത് കറക്റ്റ് ചെയ്യും. അത് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണമെങ്കിൽ. ബോഡി വാഷിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ബോഡി വാഷിങ്ങിന് 150 രൂപ നമുക്ക് ചാർജ് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ആ പുറമേത്തെ ഭാഗങ്ങൾ മാത്രമാണ് പക്കയാവുള്ളൂ. നമ്മൾ ഓപ്പണായിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ, ബോഡി അഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 300 രൂപയാണ് നമുക്ക് അതിൻ്റെ ചാർജ് വരാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലിയറായിട്ട് കഴുകും. അതിൻ്റെയും ഉള്ളിൽ ഫുള്ള് ഭാഗം അഴിച്ച് ക്ലിയറായിട്ട് കഴുകും. എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങൾ, ഇവിടെയൊക്കെ തുരുമ്പൊക്കെ ഉണ്ട്, ഇതുണ്ടോ ആ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്ത് നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സഹായിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ടയറാണ് നമുക്ക് ആ ഫ്രണ്ട് ഹാൻഡിൽ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കാനായിട്ടൊരു കാരണം. അപ്പോൾ ഈ ടയർ മാറ്റിയിട്ടാലാണ് ആ കംപ്ലയിൻറ്റ് മാറുന്നത്. നമ്മൾ ബാക്കിയത്തെ ഫ്രണ്ടിലെ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടയർ മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ, വെട്ടൽ മാറുള്ളൂ കേട്ടോ. അത് തൽക്കാലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നുണ്ടാ പിന്നെ ചെയ്യാം എന്നൊരു പറഞ്ഞ പ്രകാരം നമ്മൾ ആ രീതിയിൽ തന്നെ നിർത്തിയേക്കാണ്. അതല്ലെങ്കിൽ നമുക്കൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം ബാക്കിയത്തെ എത്രയാണ് വരുമെന്നുള്ളത്. അപ്പോൾ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ അതിന് എസ്റ്റിമേറ്റിൽ ടയർ ഉൾപ്പെടുത്തുന്നില്ല, ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ടയർ മാറ്റി വിടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. മാറ്റിയിട്ട് ഈ ടയർ എടുത്ത് വെച്ച് ബാക്കിൽ നമുക്ക് ഉപയോഗിച്ച് തീർക്കാവുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ ആ വെട്ടൽ നമ്മൾ ബാക്കിയത്തെ എത്ര നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാലും ആ ഹാൻഡിൽമേത്തെ ആ വെട്ടൽ നമുക്ക് മാറില്ല. പിന്നെയുള്ളത് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. പ്ലഗ് നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റിയിടേണ്ട ഒരു പാട്ടാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരാം. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിലും അത്യാവശ്യം മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടിക്ക് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒന്ന് എൻജിൻ ഓയിൽ നമുക്ക് മാറ്റണം.
അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന സെക്കൻഡറി ഫിൽറ്റർ ഈ പൊടിഞ്ഞു പോയണ ഈ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടണം. അതേപോലെ മെയിൻ ഫിൽറ്റർ എയർ ഫിൽറ്റർ മാറണം, പ്ലഗ് നമുക്ക് മാറ്റിയിടണം. ഇത് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ് ഈ പൊടിഞ്ഞു പോയേക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബുഷ് സെറ്റുകൾ, ലിങ്കിൻ്റെ ബുഷ് മാറ്റിയിടണം. അതേപോലെ ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം. ഹാൻഡിലിൻ്റെ കോൺസെപ്റ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. വണ്ടി ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് മൺകാട് പോയി ടച്ചായിട്ട് ഇത് ഇവിടെ കിടന്ന് വരെയുണ്ടായിരുന്നു. ആ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ അലൈൻ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് ആകുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ 3 ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്, അത് ചേഞ്ച് ചെയ്തിടണം. ഹെഡിനകത്ത് വരുമ്പോഴത്തേക്ക് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മൗണ്ടർ, ആ ബോൾട്ടിനകത്ത് തന്നെ 2 റബ്ബറുണ്ട്, ആ റബ്ബറും അതുകൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം കറക്റ്റായിട്ട് പൊക്കോളും. ആക്സിലേറ്ററിൻ്റെ കേബിൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലച്ചിൽ നമുക്ക് നിലവിൽ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ തന്നെ. അതിനകത്ത് ഈ ക്ലച്ച് ഷൂവിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ക്ലച്ച് ഷൂവും ക്ലച്ച് ഔട്ടറും ഒന്നുമല്ല നമുക്ക് കൈയോടെ ക്ലച്ച് ഷൂ മാറ്റിയിടാണെങ്കിൽ തൽക്കാലം നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം മാറ്റിയാലും മതി. പിന്നെ അതേപോലെ ഗിയർ ബോക്സിൻ്റെ ലീക്ക് ഉണ്ട്, അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ചെയ്യണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്യാവുന്നതാണ്. തൽക്കാലം നമ്മളത് വീഡിയോയിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, ഇത്രയും ഭാഗമാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടി വരുന്ന പാർട്സുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ്. ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റുന്നത്, അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ, അതേപോലെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് മാറ്റുന്നത്, അതും ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ്. അതിന് നമുക്ക് ജനറൽ സർവീസിന് പുറമെ തന്നെ ലേബർ ചാർജസും വരും കേട്ടോ. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.